വളരെ മോശമായ ദാരുണമായൊരു വാർത്ത. ശനിയാഴ്ച പോണ്ടിച്ചേരിയിൽ കാണാതായ ചെറിയ കുഞ്ഞിനെ ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ ശവമായാണ് കണ്ടെത്തിയത്. മറ്റെവിടെയുമല്ല, അവരുടെ വീടിന് തൊട്ടടുത്തുള്ള അഴുക്കുചാലിൽ ചാക്കിൽ കൈയും കാലും കെട്ടി കൊന്നു വീശിയിട്ടുണ്ട്. മുഴുവൻ പോണ്ടിച്ചേരിയും ഇത് കാരണം വിറങ്ങലിച്ചു കിടക്കുകയാണ്. തെരുവിൽ ജനങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. സംരക്ഷണത്തിന് വേണ്ടി പോലീസും പാരാമിലിറ്ററിയും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആ കുഞ്ഞെങ്ങനെയാണ് കാണാതായത്? ആ കുഞ്ഞിനെ കൊന്ന ക്രൂരകരങ്ങൾ ഏതൊക്കെയാണ്? പുതുച്ചേരി സോളൈനഗർ എന്ന സ്ഥലത്തുള്ളവരാണ് നാരായണൻ മൈഥിലി ദമ്പതികൾ. അവരുടെ 9 വയസ്സുള്ള മകളാണ് ആർത്തി. വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുഞ്ഞ്. കഴിഞ്ഞ ശനിയാഴ്ച മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പെട്ടെന്ന് കാണാതായി. കളിക്കാൻ പോയ കുഞ്ഞ് വഴിമാറി എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ എത്ര തിരഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടാത്തത് കൊണ്ട് ആദ്യം മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു. പോലീസും സാധാരണ ഒരു മിസ്സിംഗ് കേസായിരിക്കും എന്ന് കരുതി അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്തെല്ലാം അയൽവാസികൾ പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഭയം പതിയെ പതിയെ കൂടി വന്നു. ആ ഭാഗത്തുള്ള CCTV ഫുട്ടേജസ് മുഴുവനും പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് റോഡിലേക്ക് വന്ന ആ ഒരു ദൃശ്യം CCTVയിൽ കണ്ടു. എന്നാൽ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. വീട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ അത് CCTVയിൽ അറിയാൻ സാധിക്കും. ആ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് തന്നെ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകും എന്ന് കരുതിയ പോലീസുകാർ തൊട്ടടുത്തുള്ള അയൽവാസികളെയും പോകുന്നവരെയും വരുന്നവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. 150ഓളം CCTV ഫുട്ടേജസ് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ യാതൊരു തെളിവുകളും കിട്ടിയില്ല. അവസാനം ചില തെരുവ് മാറി ഒരു ഫുട്ടേജിൽ മാത്രം ആ കുട്ടി എന്തോ ഒന്ന് കണ്ട് ഭയന്നതുപോലെ, അല്ലെങ്കിൽ ആരെയോ തിരഞ്ഞു വരുന്നതുപോലെ, അതുമല്ലെങ്കിൽ ആരോ പറഞ്ഞു വിട്ടതുപോലെ ആ കുഞ്ഞ് വളരെ വേഗത്തിൽ ഭയന്നുകൊണ്ട് ഓടി വരുന്ന ഒരു ക്ലിപ്പ് മാത്രമാണ് കിട്ടിയത്. ഇതിനുശേഷം കുഞ്ഞ് എവിടെ പോയി, എന്ത് സംഭവിച്ചു ഒന്നും അറിയില്ല. കുഞ്ഞിനെ തിരയാനായി 5 ടീമുകളെ നിയമിച്ചു. ആ കുഞ്ഞിനെ കാണാതായ 4 ദിവസവും ആ കുടുംബം അനുഭവിച്ച നരകവേദന നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ കാത്തിരുന്നു. രാവും പകലുമെന്നില്ലാതെ 4 ദിവസം തിരഞ്ഞു. എന്നാൽ ഇന്നലെ അതേ പരിസരത്തുള്ള ഒരു അഴുക്ക് ചാലിൽ ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ കുഞ്ഞിന്റെ ശരീരം കണ്ടെത്തി. അതും അവരുടെ വീടിനടുത്ത് തന്നെ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ അറിയാവുന്നവർ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത്. കുഞ്ഞിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ ആ ആംബുലൻസിനെ പോകാൻ അനുവദിച്ചില്ല. അത് തടഞ്ഞ് അവരുടെ പ്രതിഷേധം കാണിച്ചു. എന്നാൽ പോലീസുകാരുടെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആംബുലൻസിന് അവിടെ നിന്നും പോകാൻ സാധിച്ചത്. ദേഷ്യം വന്ന ജനങ്ങൾ പോലീസിനെ കുറ്റം പറയുകയും ഇതിന് പുറകിലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് നടു റോഡിലിരുന്ന് പ്രതിഷേധം നടത്താൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് കാരണം ആരാണ്? പല സംഭവങ്ങൾ നടക്കുമ്പോഴും ഇതാണ് അവസാനമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിർഭയ കേസ് ഈ ലോകം മുഴുവനും വലിയ ന്യൂസായി മാറിയൊരു കേസായിരുന്നു. ഇനിയൊരു നിർഭയ നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. സത്യത്തിൽ അവളുടെ പേര് നിർഭയ എന്നല്ല, അവളുടെ പേര് മറ്റൊന്നാണ്. നമ്മൾ നിർഭയ എന്ന പേര് കൊടുത്തത് തന്നെ ഭയം ഇനി വേണ്ട, ഇനി ഒരിക്കലും ആർക്കും ഭയപ്പെടേണ്ടി വരികയില്ല എന്നൊക്കെ അർത്ഥം വച്ചാണ്. എന്നാൽ ജനങ്ങളിൽ ഇന്നും ആ ഭയം വിട്ടുമാറിയിട്ടില്ല എന്നതാണ് സത്യം. അതായിരിക്കണം അവസാനത്തെ ക്രൂര പീഡനം, അല്ലെങ്കിൽ അതായിരിക്കണം അവസാനത്തെ കൂട്ട ബലാത്സംഗം എന്നൊക്കെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് എന്താണ് കാര്യം? വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ആരാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്? ഇതുപോലെയൊക്കെ നമുക്ക് ഗൾഫ് കൺട്രീസിൽ പോയി ചെയ്യാൻ സാധിക്കുമോ? ചെയ്തിട്ട് അവനെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? ജീവനോടുകൂടി ഇരിക്കാൻ സാധിക്കുമോ? പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ, അഫ്ഗാനിസ്ഥാനിൽ പോലും വളരെ സ്വതന്ത്രയായി പോയി വന്ന 62 നാടുകൾ ചുറ്റിക്കറങ്ങി വന്ന ഒരു സ്ത്രീക്ക് നമ്മുടെ ജാർഖണ്ഡിൽ, ഇന്ത്യയിലെത്തിയപ്പോൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു. കേരളത്തിൽ പോലും എത്ര കേസുകൾ നമുക്ക് പറയാൻ സാധിക്കും. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്ര ധൈര്യം വരുന്നത്? കാരണം ചെയ്യുന്ന തെറ്റിന് അപ്പപ്പോ ശിക്ഷ ഇവിടെ ഇല്ല. നിയമങ്ങളും ശിക്ഷകളും ശക്തമാകണം. എത്ര ക്രൂരമായ തെറ്റ് ചെയ്ത കുറ്റവാളികളാണ് ഇപ്പൊ സ്വതന്ത്രരായി പുറത്ത് ചുറ്റി നടക്കുന്നത്? എത്ര പേരാണ് ജയിലിനകത്ത് തിന്നു കൊഴുത്ത് ജീവിക്കുന്നത്? ഇതെല്ലാം നമ്മുടെ നിയമത്തിന്റെ പോരായ്മ കൊണ്ട് മാത്രം. ഈ ഒരു കേസിലും പോലീസിന്റെ അന്വേഷണത്തിന്റെ അവസാനം ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്നു. അതിൽ 59 വയസ്സുള്ള വിവേകാനന്ദൻ, 19 വയസ്സുള്ള കരുണസ് എന്ന 2 പേർ ഇവർ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് സമ്മതിച്ചു. കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ഈ വിവേകാനന്ദൻ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോവുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തു.
ഇത് കണ്ടുകൊണ്ടുവന്ന കരുണസും അത് തടയുന്നതിന് പകരം ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. വേദനയെടുത്ത് കുഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ അടിച്ചു കൊല്ലുകയും ഇത് കഴിഞ്ഞ് കൈകാലുകളെല്ലാം കെട്ടി ചാക്കിനകത്താക്കി അഴുക്കുചാലിൽ തൂക്കി വീശുകയും ചെയ്തു. ഇതായിരുന്നു രണ്ടുപേരും പറഞ്ഞ മൊഴി. എന്നാൽ കുഞ്ഞിനെ കാണാതായ 4 ദിവസവും കുഞ്ഞിനെ ഇവർ എവിടെയാണ് വച്ചിരുന്നത്? ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. അതായത് ആദ്യത്തെ ദിവസം തന്നെ കുഞ്ഞിനെ കൊന്നോ, അതോ അടുത്ത 4 ദിവസം വരെയും ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം 4ാമത്തെ ദിവസമാണോ കുഞ്ഞിനെ കൊന്ന് വീശിയത് എന്നുപോലും നമുക്കറിയില്ല. രണ്ടുപേരും ഇപ്പൊ ജയിലിലാണ്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. പക്ഷെ ജനങ്ങൾ കുറ്റവാളികളെ തങ്ങളെ ഏൽപ്പിക്കണം, തങ്ങൾ തന്നെ ശിക്ഷ കൊടുത്തുകൊള്ളാം എന്നുള്ള വലിയ പ്രതിഷേധത്തിലാണ്. ജനങ്ങളുടെ മുൻപിൽ അവനെ ശിക്ഷ വിധിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സംഭവം നടന്ന് 24 മണിക്കൂറായിട്ടും ആ ഭാഗത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ഇതിനെക്കുറിച്ച് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നും അവിടെയുള്ള ജനങ്ങൾ പറയുന്നു. ഇക്കൂട്ടത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളാണിത്. എനിക്കും 2 പെൺമക്കളുണ്ട്. ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് എന്റെ പെൺമക്കളെ വളർത്തുക? ഒരു കുഞ്ഞിനെ കാണാതാവുകയും ശവമായി തിരിച്ചു കിട്ടുന്നുവെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? പോലീസുകാരെ എങ്ങനെ വിശ്വസിക്കും? നിയമത്തെ എങ്ങനെ വിശ്വസിക്കും? സഹോദരങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ബന്ധുക്കളെ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? വീട്ടിൽ അടച്ചു പൂട്ടിയാണോ പെൺമക്കളെ വളർത്തേണ്ടത്? ഇങ്ങനെയായിരുന്നു ആ അമ്മയുടെ ചോദ്യം. സത്യത്തിൽ പെൺമക്കൾ പുറത്തു പോകാൻ പാടില്ല, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, രാത്രി ഒരുപാട് വൈകി പുറത്തു പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കൾ സ്വന്തം ആൺമക്കളെയും പറഞ്ഞു വളർത്തണം. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ ബഹുമാനിക്കണം, ഇക്കാര്യങ്ങളെല്ലാം ആൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഇനിയും എങ്ങനെയാണ് യാതൊരു ലജ്ജയുമില്ലാതെ ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കട്ടെ എന്ന് പറയാൻ സാധിക്കുക? കാരണം ഇതിനു മുൻപ് നമ്മൾ എത്രയോ കേസുകൾ ചെയ്തു. അതിലെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യം ഇത് അവസാനമായിരിക്കണം എന്നാണ്. എന്നാൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കേസുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി പറയേണ്ടത് ഇനി ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നല്ല, നിയമങ്ങൾ ശക്തമാകണം, ശിക്ഷകൾ കഠിനമാകണം, ചെയ്യുന്ന തെറ്റിന് അപ്പപ്പോ ശിക്ഷ വിധിക്കണം. തെറ്റ് ചെയ്തവന് വർഷങ്ങൾ കഴിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുന്നതൊക്കെ പോയി, തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാണെങ്കിൽ അപ്പൊ തന്നെ അവന് ശിക്ഷ നൽകണം. അതായിരിക്കും മരിച്ചുപോയ കുഞ്ഞിന് അല്ലെങ്കിൽ ഇരയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നീതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഒരു അറുതി വരികയുള്ളൂ. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.